അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നീളക്കുപ്പായവും തൊപ്പിയുമിട്ട ചില കപട വിശ്വാസികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത്തരം യൂട്യൂബ് ഔലിയാക്കന്മാരെ ശ്രദ്ധിക്കുക എന്ന ഒരു മുഖവരയോട് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണേണ്ടത് ഇസ്ലാം മത വിശ്വാസികളാണ്. കാരണം തീർച്ചയായിട്ടും അത്തരക്കാർക്ക് മാത്രമാണ് ഇതിലുള്ള നന്മ എന്താണ് തിന്മ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പെട്ടെന്ന് സാധിക്കുക. അത്തരം ഔലിയാക്കന്മാരെക്കുറിച്ചും വ്യാജ മജിസിനെക്കുറിച്ചും നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത്തരം ആൾക്കാർ സമൂഹത്തിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്, എന്ത് വിറ്റിട്ടും കാശുണ്ടാക്കണം എന്നുള്ള വളരെ ബോധപൂർവമായി ഒരു മതത്തെ അവഹേളിക്കാൻ വേണ്ടി ചില ആൾക്കാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത്തരം മൗലിയാക്കളെ ശ്രദ്ധിക്കണമെന്ന് പേരോട് ഉസ്താദും അതുപോലെ തന്നെ അൻസാരി സുഹരി ഉസ്താദും ഒക്കെ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അത്തരക്കാരെക്കുറിച്ച് നമ്മളും വീഡിയോ ചെയ്തതാണ്. എന്നാൽ ഇവരെയൊക്കെ എന്താണ് പറയുക എന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മോശമായാലും നല്ലതായാലും തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി അറിയിക്കണമെന്ന് വിനീതമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത്തരക്കാരപ്പെട്ട ഒരു വീഡിയോ ആദ്യമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങിയ പായുടെ നമ്മുടെ ബൈത്തും പാടെ പനയോലയിൽ ഒത്തിരി തങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഓലയാണ് ഈ കാണുന്നത്. ഇൻഷാല്ലാഹ് നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തങ്ങളും ആയിഷ ബീവിയും കിടന്നുറങ്ങിയ വീടിന്റെ ഒരു ചെറിയ തടിയുടെ ഒരു കഷ്ണമാണ് ഇതുള്ളത്. അൽഹംദുലില്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മനീരാണ്. സനദ് വരെ ഇവിടെ ഉണ്ട്. ഇൻഷാല്ലാഹ് ഉസ്മാൻ റളിയല്ലാഹു കൊടുത്ത ഉമ്മനീരാണ്. അൽഹംദുലില്ലാഹ്. കാണാൻ പറ്റി. അൽഹംദുലില്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് മുസ്ലിം റളിയല്ലാഹു ഹദീസിലൂടെ വേർപ്പ് റസൂലുള്ളാഹി ഒറിജിനൽ വേർപ്പ് സല്ലല്ലാഹു അലൈഹി ഒറിജിനൽ വിയർപ്പാണ്. മുസ്ലിം റളിയല്ലാഹു ഹദീസിലൂടെ വേർപ്പ് മുസ്ലിം റളിയല്ലാഹു പറഞ്ഞ ഹദീസിൽ പറഞ്ഞ വിയർപ്പാണ്. ഇതിന്റെ സനദുകളുണ്ട്. അൽഹംദുലില്ലാഹ്. സയ്യിദന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിരിപ്പാണ്. കണ്ടില്ലേ? വിരിപ്പാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 27 വർഷം വരെ 27 വയസ്സ് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ച ഞാലാണിത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ പുറത്തിട്ടിരുന്ന ഇതിന്റെ സ്വർണ്ണത്തിന്റെ തുണിയാണ്. സ്വർണ്ണമാണ്. റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മനീരാണ്. കണ്ടില്ലേ? റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മനീരാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഡ്രസ്സിന്റെ പീസാണ് ഈ കാണുന്നത്. അൽഹംദുലില്ലാഹ്. ഫുൾ ആസാറുകളാണ്. കണ്ടില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വടിയാണിത്. ഉപയോഗിച്ചിരുന്ന റസൂലുള്ളാഹി നടന്ന വടി. അൽഹംദുലില്ലാഹ് പിടിക്കാൻ പറ്റി. അല്ലാഹു മുബാറക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷാരെ മുബാറകാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുബാറകാണ്. തലം ഷാരെ മുബാറക്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഏതായാലും എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. എന്താണ് ഇത്തരക്കാർ ഉദ്ദേശിക്കുന്നത് എന്നും മനസ്സിലാവുന്നില്ല. ഇവരെക്കുറിച്ച് ഭ്രാന്താണോ, അതിൽ കൂടുതലും അതിലും വലിയ എന്തോ ഒന്നാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ഒരുപാട് ഔലിയാക്കന്മാർ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. അവർ പറയുന്നുണ്ട് അത് റസൂലിൻ്റെ ഉമിനീരാണ്, റസൂല് കിടന്ന പായയാണ്, അതുപോലെ തന്നെ കിടന്ന മരക്കഷ്ണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇത്തരക്കാർ ശരിക്കും നമ്മുടെ കൗമിനെ അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ അവഹേളിക്കുകയും അതുപോലെ തന്നെ അതിനെ കളിയാക്കുകയും ചെയ്യുക എന്നതിലപ്പുറം ഇവർക്ക് ഒരുപാട് സംഘപരിവാർ അജണ്ട ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും നല്ല വിശ്വാസികൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും വേണം. എന്നാൽ ഇത്തരക്കാരെ മുന്നിൽ കിട്ടിയാൽ നമ്മുടെ നാട്ടിലുള്ള നല്ല ആൺകുട്ടികൾ നല്ല രീതിക്ക് കൈകാര്യം ചെയ്ത് വിടണമെന്നാണ് വിനീതമായി നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇത്തരക്കാരൊക്കെ എന്താണ് ചെയ്ത് വെക്കുന്നത്, എന്താണ് അവർ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, എന്താണ് അവർ മതത്തെ വിറ്റ് കാശാക്കുക എന്നതിൽ അപ്പുറം ഇവർക്ക് എന്തോ വലിയ ഒരു ഭ്രാന്താണ് എന്നാണ് തോന്നുന്നത്. കാരണം ഇത്തരം വീഡിയോകളും ഇത്തരം ആശയങ്ങളും എല്ലാം മറ്റ് സമുദായങ്ങളുടെയും മറ്റ് അന്യമതസ്ഥരുടെയും മുന്നിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മളെ കൊത്തിപ്പറിക്കാനും അതുപോലെ തന്നെ ചീത്ത പറയാനും കളിയാക്കാനും കാത്തുനിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും കൂടി ഇരിക്കുന്ന ഈ സമയത്ത് ഇത്തരം ഓരോ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലും എല്ലാം ഇടുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് അവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത്തരം ഭ്രാന്തന്മാരെ തീർച്ചയായിട്ടും നാട്ടിലെ നല്ല ആൺകുട്ടികൾ കൈകാര്യം ചെയ്ത് വിടണമെന്നാണ് വിനീതമായി നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇത്തരം വീഡിയോകളെല്ലാം തന്നെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വളരെ ട്രോളുകളും അതുപോലെ തന്നെ വൃത്തികെട്ട രീതിയിലാണ് അതിനോട് പ്രേക്ഷകർ പ്രതികരിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെന്താണോ ലക്ഷ്യം വെക്കുന്നത് അവർക്ക് അർഹിക്കുന്ന പരിഗണനയിൽ നിങ്ങൾ നൽകണമെന്ന് വിനീതമായി നമുക്ക് അഭ്യർത്ഥിക്കാനാണ്. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയും കൂടി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഞാൻ കാണാൻ വേണ്ടി ഇടയായിട്ടുണ്ട്. അതും വളരെ മോശപ്പെട്ട സ്വർഗത്തിൽ കിട്ടുന്ന കായികനികളെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റും വിമർശിക്കുന്ന ഒരു വീഡിയോ അതുകൂടി തീർച്ചയായിട്ടും നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. സ്വർഗത്തിലൊരു വീട് എന്ന് പറഞ്ഞാൽ 70 റൂമുണ്ടാവും. ഒരു റൂമിന്റെ 120 കിലോമീറ്റർ ഉണ്ടാവും. അത്രയും വിശാലമായ ലോകമാണ് സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ഫുഡൊന്നും കഴിക്കണ്ട, ഇങ്ങനെ മൂക്കിന് അതിന്റെ മണം കിട്ടിയാൽ മതി. എന്തായിരിക്കും അപ്പൊ സ്വർഗം? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും സ്വർഗം?
സ്വർഗത്തിൽ ഒരു ആപ്പിൾ പറിക്കുമ്പോ 2 ആപ്പിൾ അവിടെ ഫിറ്റ് ആയിട്ടുണ്ടാവും പറിക്കുമ്പോഴേക്ക്. ഇവിടുത്തെ വാഴ കുലയും ഇലയും മുകളിലല്ല ഉണ്ടായാല്, സ്വർഗത്തിലെ വാഴ ഇലയും കുലയും താഴെ മുതലേ തുടങ്ങും. ഒരു വാഴയിൽ തന്നെ 100കണക്കിന് കുലകൾ, ഒരു കുലയിൽ 1000കണക്കിന് പഴങ്ങൾ. ഒരു പഴം പറിച്ചിട്ട് ഇങ്ങനെ തോലിരിയുമ്പി കടിക്കുമുണ്ടാവും തേനിങ്ങനെ ഉച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും സ്വർഗം? ഒരു പക്ഷി പറന്നു പോകുമ്പോ എവിടെ വിചാരിച്ച് ഇതെങ്ങാനും ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അൽഫാം, ഡ്രൈ ചിക്കൻ വിചാരിക്കുമ്പോഴേക്കും ഉണ്ടാവും ഫ്രഷ് ബേർഡ് ഫ്രൈ റെഡി. അതുകൊണ്ട് സ്വർഗത്തിൽ എന്തില്ല കക്കൂസ് എന്ന് പറയുന്ന സാധനം ഇല്ല. കക്കൂസ് വേണോ? ഇനി എന്തിനാ കക്കൂസ്? ഉള്ളത് വിയർപ്പായിട്ടും നല്ല കസ്തൂരിയായിട്ടും ഒരു ഏമ്പക്കം അങ്ങോട്ട് വിടും. സുബ്ഹാനല്ലാഹ്. ഏതായാലും അതുപോലെ ഈ ദുനിയാവിലാവോ? അപ്പം സ്വർഗം സുഹൃത്തുക്കളെ മനോഹരമാണ്, മനോജ്ഞമാണ് സ്വർഗം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. തീർച്ചയായിട്ടും അതിൽ ആദ്യത്തെ വീഡിയോ അത്രക്ക് പ്രശ്നമില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. അതിൽ സ്വർഗത്തിൽ കിട്ടുന്ന കായെക്കുറിച്ചും പഴത്തിനെക്കുറിച്ചൊക്കെയാണ് ഉസ്താദ് പറയുന്നത്. അത് അങ്ങനെ വിശ്വസിക്കാം. രണ്ടാമത്തതിൽ അദ്ദേഹം പറയുന്നത് കക്കൂസ് ഇല്ല എന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എന്താണ് ഇവരൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറയുന്നത്? എന്താണ് ഇവർ ചെയ്യുന്നത്? രണ്ടാമത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇതും ചിരിക്കാൻ വേണ്ടിയല്ലാതെ ഇതിൽ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് നമുക്ക് പ്രതികരിക്കാനില്ല. ഏതായാലും നല്ലവരായ വിശ്വാസികളുടെ മുന്നിലേക്കാണ് ഞാൻ ഈ വീഡിയോ എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരക്കാര്യത്തെക്കുറിച്ചും ഇവർ പറഞ്ഞ ഈ വാചകങ്ങളെക്കുറിച്ചും നമ്മളെക്കാട്ടും വിവരമുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഏതായാലും രേഖപ്പെടുത്തണമെന്നാണ് വിനീതമായി നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം വീഡിയോകൾക്കെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടുകൊണ്ട് ട്രോളർമാർക്ക് ട്രോളാനുള്ള ഒരു വക നൽകുക എന്നല്ലാതെ എന്താണ് അവർ ഈ സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ചില ആൾക്കാരുടെ മുന്നിൽ മയക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തൊള്ളേ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുക എന്നൊരു കോലത്തിലേക്ക് ഇന്നത്തെ ഈ മൊലിയാമാരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരം വേഷം കെട്ടിയ ചില നാമധാരികൾ ഉണ്ട്. തീർച്ചയായിട്ടും അത്തരം മജ്ലിസ് നടത്തുന്ന ആൾക്കാരും ഇത്തരം പ്രസംഗങ്ങൾ നടത്തുന്ന ആൾക്കാരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് മാത്രമാണ് വിനീതമായി നിങ്ങളെ അറിയിക്കാനാണ്. ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതിനെപ്പറ്റി വ്യാജ മജ്ലിസിനെ പറ്റിയും കിണർ കെട്ടി അതിൽ കൊടികുത്തി മനുഷ്യനെ പറ്റിയും എല്ലാം നമ്മൾ വീഡിയോ ചെയ്തതാണ്. പക്ഷേ അദ്ദേഹം ആ തെറ്റൊക്കെ തിരുത്തി കണ്ടു. എന്നാൽ ഇവർ എങ്ങനെയാണ് ഈ തെറ്റ് തിരുത്താൻ വേണ്ടി പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇവർ ഇന്ന് മാർക്കറ്റിംഗ് ആണ്. എങ്ങനെയെങ്കിലും വിശ്വാസികളെ പറ്റിച്ച് അതിൽ വിശ്വാസികളെ തള്ളിയിട്ടിട്ട് പണമുണ്ടാക്കാനുള്ള ഒരു ഏർപ്പാടുമായിട്ട് ഇങ്ങനത്തെ ഒരുപാട് ഔലിയാക്കൾ ഇന്ന് യൂട്യൂബ് തുറന്നാൽ നമുക്ക് ഓൺലൈൻ മജ്ലിസായും അല്ലാതെ ഇങ്ങനത്തെ ചില തട്ടിപ്പ് വിദ്യകളായിട്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവരെയൊക്കെ ഓടിച്ചിട്ട് അടിച്ച് ഓടിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കണ്ടതിന് ശേഷം ഈ 2 വീഡിയോയിലും രണ്ടാമത്തെ വീഡിയോ അത്രയ്ക്ക് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒന്നാമത്തെ വീഡിയോ തീർച്ചയായിട്ടും അവർ വളരെ മോശകരമായ രീതിയിൽ ഒരു മതത്തെയും ആ മതത്തിൽ വിശ്വസിക്കുന്ന നല്ലവരായ ഒരുപാട് അനുയായികളെയും വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ മക്കാറാക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് കോപ്രായങ്ങളാണ് അവർ കാട്ടിക്കൂട്ടുന്നത്. ഇത്തരം ആൾക്കാരെ തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റപ്പെടുത്തണം. എവിടെയും ഹക്കായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് പ്രചരിപ്പിക്കാനും പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് വരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.